Welcome back to my institution. നമുക്ക് ബിടെക്കിനുള്ള ഫസ്റ്റ് സെമ്മിനുള്ള ലീനിയർ ആൾജിബ്ര അതിൻ്റെ റാങ്ക് ഓഫ് എ മെട്രിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മൾട്ടിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ അത് കാണുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, റാങ്ക് ഓഫ് എ മെട്രിക്സ്. നമുക്കൊരു മെട്രിക്സ് തന്നിട്ട് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. അതെല്ലാം നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം നോക്കിയതിൽ ഇതിൻ്റെ ഡെഫിനേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ന്യൂമറിക്കൽ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഓർഡർ ഓഫ് ദി റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് ദ ഓർഡർ ഓഫ് ദി ലാർജസ്റ്റ് സബ് സ്ക്വയർ മെട്രിക്സ് എന്ന് വെച്ചാൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ന്യൂമറിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഓർഡർ ക്ലിയർ ആകത്തുള്ളൂ. ദ ഓർഡർ ഓഫ് ദി ലാർജസ്റ്റ് സബ് സ്ക്വയർ മെട്രിക്സ് വിത്ത് നോൺ സീറോ ഡിറ്റർമിനൻറ്റ്. നോൺ സീറോ ഡിറ്റർമിനൻറ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് A. ഇവിടെ ഓർഡർ ഓഫ് ദ ലാർജസ്റ്റ് സബ് സ്ക്വയർ മെട്രിക്സ് വിത്ത് നോൺ സീറോ ഡിറ്റർമിനൻറ്റ് ഫ്രം ദി മെട്രിക്സ്. ഞാൻ മെട്രിക്സ് വെച്ച് പറഞ്ഞുതരാം. A is equal to 1 1 3 1, 2 -1 1 1, 4 1 7 3. ഇതാണ് മെട്രിക്സ്. ഇത് നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും നമ്മൾ ഓർഡർ എങ്ങനെയാണ് പറയുന്നത്? 3 ആദ്യം നമ്മൾ എഴുതുന്നത് എത്ര റോ ഉണ്ടെന്നുള്ള, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. 3 1 2 3 4 കോളംസ്. ദിസ് ഈസ് എ 3/4 മെട്രിക്സ്. ഇപ്പം നമുക്കിതിൽ സ്ക്വയർ മെട്രിക്സ് എന്തായാലും നമുക്ക് 4/4 മെട്രിക്സ് എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ 4 റോസ് ഇല്ല, അല്ലേ? നമുക്കപ്പോൾ ഇതിൽ നിന്ന് എടുക്കാവുന്ന ഏറ്റവും വലിയ സ്ക്വയർ മെട്രിക്സ് ഏതാ? ലാർജസ്റ്റ് സബ് സ്ക്വയർ മെട്രിക്സ് ഏതെടുക്കാം? 3/3 എടുക്കാം, അല്ലേ? അപ്പം നമുക്കിതിൽ എത്ര 3/3 മെട്രിക്സ് എടുക്കാം? നമുക്ക് ലാസ്റ്റ് കോളം മാറ്റിയാൽ നമുക്ക് ഇത്രയും എടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റും സെക്കൻഡും ഫോർത്തും കൂടെ എടുക്കാം. പിന്നെ സെക്കൻഡും തേർഡും ഫോർത്തും കൂടെ ഒരു മെട്രിക്സ് എടുക്കാം. ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത്, അങ്ങനെ 4 സ്ക്വയർ മെട്രിക്സ് എടുക്കാം ഓഫ് ഓർഡർ 3. ഇപ്പം നമുക്ക് അതിൻ്റെ എല്ലാം ഡിറ്റർമിനൻ്റ് എന്താണ് ചെക്ക് ചെയ്യണം? 0 ആണോ 0 അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നമുക്കിതിൽ ഞാൻ ഫസ്റ്റ് 1 1 3, 2 -1 1, 4 1 7. നമുക്ക് ഡിറ്റർമിനൻ്റ് വാല്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് റോ വെച്ച് തന്നെ ചെയ്യാം. 1 ഇൻറ്റു ഡിലീറ്റിംഗ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, -7 -1, -1 ഇൻറ്റു 2 ഇൻറ്റു 7 -4 ഇൻറ്റു 1, പ്ലസ് 3 ഇൻറ്റു 2 -4, -8, 14 -4 10, 6 ഇൻറ്റു 3 18, -18 + 18 നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി, അല്ലേ? പക്ഷെ നമുക്ക് ഒരെണ്ണത്തിൻ്റെ മാത്രം 0 കിട്ടിയത് കൊണ്ട് ഇത് റാങ്ക് 3 അല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്കിതിൽ നിന്ന് എടുക്കാവുന്ന ഏതൊക്കെ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ഉണ്ടോ അതിൻ്റെ എല്ലാം ഡിറ്റർമിനൻ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ റാങ്ക് കാണാൻ വേറെ റെഡ്യൂസ് ടു എക്കലൻ ഫോം, അതൊക്കെ മെത്തേഡുണ്ട്. നമ്മളിപ്പം പറഞ്ഞ ഡെഫിനിഷൻ്റെ ആ ഡെഫിനിഷൻ എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഞാൻ. ഇനി നമുക്കിപ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് കോളം വിട്ടു. ഇനി നമുക്ക് ഫസ്റ്റും സെക്കൻഡും ഫോർത്തും കൂടെ നോക്കാം. 1 1 1 1 1 1, 2 -1 1,
4 1 3. 1 into -3 -1 -1 into അടുത്ത റൂൾ ഇവിടെ മൈനസ് ആണ്. 6 - 4 2 പ്ലസ് 1 into 2 -4 -4 -2 -6 പ്ലസ് 6 0 കിട്ടി. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ലാസ്റ്റ് മാറ്റി, പിന്നെ സെക്കൻഡ് മാറ്റി. ഇനി നമുക്ക് ഫസ്റ്റ് തേർഡും ഫോർത്തും. 1 3 1 2 1 1 4 7 3 3 - 7 1 into 3 - 7 -4 -3 into 6 - 4 2 plus 1 into 14 -4 -4 -6 -10 plus 10 0. ഇനി നമുക്ക് ഒരെണ്ണം കൂടി എടുക്കാം. അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം നമ്മൾ ഇതിലെടുക്കാവുന്ന ഏറ്റവും വലിയ സ്ക്വയർ മെട്രിക്സ് അല്ലേ, ലാർജസ്റ്റ് സബ് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 നമ്മൾ ഏതെടുത്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം? therefore rank is not equal to 3. therefore rank is not equal to 3. അപ്പം നമ്മൾ അതിലും കുറഞ്ഞ് എടുക്കുക. 2/2 മെട്രിക്സ് നോക്കുക. അപ്പം നമുക്കിവിടെ ഇത് നമുക്ക് ഇഷ്ടംപോലെ എടുക്കാം അല്ലേ. ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം, ഏത് വേണമെങ്കിലും നോക്കാം. ഡിറ്റർമിനൻ്റ് 2 - 1 4 1 2 - 1 4 1 അല്ലെങ്കിൽ 1 1 2 - 1 2 into 1 -4 ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പം നമുക്ക് ഇതിൽ കുറേ നമുക്ക് 2/2 മെട്രിക്സസ് എടുക്കാം. അതിൻ്റെ സ്ക്വയർ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ ചിലത് 0 വരാം, ചിലത് 0 വന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിറ്റർമിനൻ്റെങ്കിലും 0 വന്നില്ല നമുക്ക് എന്ത് പറയാം? റാങ്ക് ഈസ് ഈക്വൽ ടു 2. therefore റാങ്ക് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ആ ഡെഫിനിഷൻ പറഞ്ഞത്. ദ ഓർഡർ ഓഫ് ദ ലാർജസ്റ്റ് സബ് സ്ക്വയർ മെട്രിക്സ്. നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്ന സബ് സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ നമുക്ക് എടുക്കാവുന്ന വിത്ത് നോൺ സീറോ ഡിറ്റർമിനൻ്റ്. അപ്പം നമ്മൾ 3/3 എല്ലാം നോക്കി അല്ലേ, പക്ഷേ അതിൻ്റെ എല്ലാം ഡിറ്റർമിനൻ്റ് എന്തായി? 0. അപ്പോൾ അത് നമുക്ക് റാങ്കായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് 2/2 ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് കിട്ടി? നോട്ട് ഈക്വൽ ടു 0. സോ റാങ്ക് ഈസ് ഈക്വൽ ടു 2. റോ എക്കലൻ ഫോം. നമ്മൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും, കൺവേർട്ട് ഇൻ ടു റോ എക്കലൻ ഫോം, ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദി മെട്രിക്സ്. ഇപ്പോൾ റോ എക്കലൻ ഫോം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നോൺ സീറോ എലിമെൻറ്റ് ഈസ് 1. കംപ്ലീറ്റ് ചെയ്തൊന്നുമില്ല, എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നോൺ സീറോ എലിമെൻ്റ് എപ്പോഴും എന്തായിരിക്കും? നമ്മളിപ്പോൾ ഒരു റോ സ്റ്റാർട്ട് ചെയ്യുമ്പം ഫസ്റ്റ് നോൺ സീറോ എലിമെൻറ്റ് 1 ആയിരിക്കണം. പിന്നെ ഈസ് കോൾഡ്, അതിന് നമ്മൾ എന്താ പറയുക? ലീഡിങ് എലിമെൻ്റ് എന്ന് പറയാം, പിവോട്ട് എലിമെൻ്റ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. എന്താണ്? നമ്പർ ഓഫ് സീറോസ് ബിഫോർ ദ ലീഡിങ് എലിമെൻറ്റ്. നമ്പർ ഓഫ് സീറോസ് ബിഫോർ, ഇത് ഞാൻ മെട്രിക്സ് വെച്ച് പറഞ്ഞു തരാം, എനിക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നതേ ഉള്ളൂ. നമ്പർ ഓഫ് സീറോസ് ബിഫോർ ദ ലീഡിങ് എലിമെൻറ്റ്. ബിഫോർ ദ ലീഡിങ് എലിമെൻറ്റ് ഇൻ ഈച്ച് റോ, ഓരോ റോയിലും, ഈസ് ഗ്രേറ്റർ ദാൻ the number of zeros of the preceding row. Number of zeros of the preceding row.
പ്രിസീഡിങ് റോസ്. ഇത് ഞാൻ മെട്രിക്സ് വെച്ച് പറഞ്ഞുതരാം. വൺ 2 0 3. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് എലിമെൻ്റ് എന്തായി? 1 അല്ലേ? ഇപ്പം നമ്മൾ ഇവിടെ 0 ആയിരിക്കണം. ഇനി അടുത്ത എലിമെൻറ്റ് സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇവിടെ 1 3 4 അല്ലെ -4. ഇത് രണ്ടും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ 4 1 5 0 0 0 1. ഇനി ഇതിൽ താഴെ ഇല്ല, അടുത്ത റോ ഇല്ല. ഇപ്പോൾ ഇവിടെ നോക്കി, ഈ റോയിൽ എത്ര സീറോസ് ഉണ്ട്? 2. തൊട്ട് മുമ്പുള്ള പ്രിസീഡിങ് റോയിൽ എത്ര 0 ഉണ്ട്? 1. ഇനി ഇവിടെയാണെങ്കിലോ 3. അപ്പോൾ നമ്മൾ ഓരോ റോ കഴിയുന്തോറും തൊട്ട് മുമ്പുള്ളതിനേക്കാളും സീറോസ് കൂടിയിരിക്കണം. അതൊരു കണ്ടീഷൻ. ലീഡിങ് എലിമെൻറ്റ് 1 ആയിരിക്കണം. ആ 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോയിൽ ആ കോളത്തിൽ എല്ലാ എലിമെൻറ്റും എന്തായിരിക്കണം? 0 ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം 0 ആയിരിക്കണം. ഇവിടെ 1 വന്നു, ഇത് താഴെ 0 വന്നു, ഈ എലിമെൻ്റ് എല്ലാം 0 വന്നു, ഇവിടെ 1, ഇത് 0. അപ്പോൾ ഇവിടെ ഓരോ റോ എടുക്കുമ്പോഴും തൊട്ട് മുമ്പുള്ളതിനേക്കാൾ ഇവിടെ 2 സീറോസ് വന്നപ്പോൾ 1 കൂടി 3 സീറോസ്. ഇനി ഒരു റോ ഉണ്ടായിരുന്നെങ്കിൽ 4 സീറോസ് 5 സീറോസ് അങ്ങനെ പോകും. അതാണ് സെൻറ്റൻസ് നമ്മൾ എഴുതുക. നമ്പർ ഓഫ് സീറോസ് ബിഫോർ ദ ലീഡിങ് എലിമെൻറ്റ് ഇൻ ഈച്ച് റോ. ലീഡിങ് എലിമെൻറ്റിന് മുമ്പുള്ള സീറോസിൻ്റെ എണ്ണം എന്താണ്? ഈസ് ഗ്രേറ്റർ ദാൻ ദ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് സീറോസ് എലിമെൻറ്റ് ഇൻ പ്രിസീഡിങ് റോ. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം: കൺവേർട്ട് ഇൻ ടു റോ എക്കലൻ ഫോം ആൻഡ് ഫൈൻഡ് ദ റാങ്ക്. അത് 6 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Question: by reducing into row echelon form, by reducing into find the rank of the matrix. Find the rank of the matrix. A is equal to 1 0 2 1 0 1 -2 1 -1 4 0 -2 2 8 0. ഇപ്പം നമുക്കിങ്ങനെ ഒരു ഈ എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് നമ്മളിതിനെ മാറ്റുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് 12th ഇപ്പം നമുക്ക് ഇത് ഡിലീറ്റഡ് ആയിരുന്നു പോർഷൻ എങ്കിൽ ഇപ്പം നിങ്ങൾ അറിയണം. ഇപ്പോൾ എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ R2 ഒരു ചേഞ്ച് വരുത്തുക. ഇപ്പോൾ R2 - R1 അല്ലെങ്കിൽ R2 + R1 അല്ലെങ്കിൽ R2 + 2 R1 അങ്ങനെയൊക്കെ നമുക്ക് ഒരു റോയെ ഒരു നമ്പർ കൊണ്ട് നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേറൊരു റോയോട് ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള ചെയ്യുന്നതിനെയാണ് എലിമെൻ്ററി റോ ഓപ്പറേഷൻസ്. നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ R3 × R3 × 1/2 എന്നിട്ട് നമുക്ക് ന്യൂ റോ പുതിയ റോ എഴുതാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇതാണ് എലിമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻ. അത് വെച്ചിട്ടാണ് നമ്മൾ എക്കലൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങൾ 12th ഇപ്പം നമുക്ക് ഡിലീറ്റഡ് പോർഷൻ ആയിപ്പോയി, എന്നാലിപ്പം നമുക്ക് പഠിക്കാം. ഐഡൻറ്റിക്കൽ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ 3 വരെ ഇടുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് നോക്കി ഇവിടെ എന്താണ് 1 ആണ്. അപ്പം നമ്മളതൊന്നും ചെയ്യണ്ട, അത് അതേപോലെ ഇവിടെ എഴുതുക. ഇവിടെ ഓൾറെഡി 0 ആണ്. അപ്പം നമുക്ക് അതങ്ങനെ തന്നെ എഴുതാം. 1 -2 1. പക്ഷേ ഇവിടെ നോക്കി ഇത് രണ്ടും 0 അല്ല. അപ്പം നമ്മളിതിനെ 0 ആക്കണം. അപ്പോൾ ഇവിടെ
1 മൈനസ് 1 ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടും. ഇപ്പം നമ്മളവിടെ ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണ്. R32 R3 മൈനസ് R1 1 മൈനസ് 1 0 മൈനസ് 1 മൈനസ് 0 മൈനസ് 1 4 മൈനസ് 2 2 0 മൈനസ് 1. ഇനി ഇവിടെ -2 ആണ്, നമുക്കതിനെ 0 ആക്കണം. R42 നമ്മൾ ഈ എലിമെൻറ്റ് വെച്ച് തന്നെ പോയാൽ മതി. -2 + 2 ചെയ്താൽ നമുക്കറിയാം 0 വരും. അപ്പോൾ ഈ 1 2 ആകണേ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് R4 ഒരു ചേഞ്ച് വരുത്താം. R4 + 2R1 -2 + 2 0 2 + 0 × 2 0 2 + 0 2 8 + 4 12 0 + 2. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ 1 ആണ്, നമ്മളൊന്നും ചെയ്യണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 1ൻ്റെ താഴെ ഈ 2 എലിമെൻ്റ് ഉണ്ടല്ലോ, ഇത് രണ്ടും നമ്മൾ 0 ആക്കണം. ഇവിടെ നിന്ന് എഴുതാം. 1 0 2 1 0 1 -2 1. ശ്രദ്ധിച്ചെഴുതിക്കണം, ഒരിടത്ത് മൈനസ് പോയാൽ തീർന്നു. ഇവിടെ -1 + 1 ചെയ്താൽ എന്ത് വരും? 0 വരും അല്ലേ? R32 നമ്മൾ എന്താണോ അവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ അതവിടെ എഴുതുക. -1 + 1 R3 + R2 0 0 2 + -2 0 -1 + 1 0. ഇനി ഈ 1 വെച്ചിട്ട് നമുക്ക് 2 - 2 ചെയ്താൽ 0 വരുമല്ലോ. R4 R4 - 2R2 0 -0 0 2 - 2 0 12 -4 that is 16 2 - 2 0. ഇപ്പം നമ്മൾ നോക്കണം, ഫസ്റ്റ് എലിമെൻറ്റ് 1 ആയി, ഇതെല്ലാം 0 ആയി. ഇത് 1 ആയി, അതിൻ്റെ താഴെ എല്ലാ കോളത്തിലെ എല്ലാ എലിമെൻറ്റും 0 ആയി. പക്ഷേ ഇവിടെ നമുക്ക് 1 വരണം, പക്ഷെ അത് 0 ആയിപ്പോയി അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റർചേഞ്ചിങ് റോസ്, അതും ഒരു ഓപ്പറേഷനാണ്. 1 0 2 1 0 1 -2 1. ഞാനിവിടെ 1 0 2 1 0 1 -2 1 കറക്റ്റ്. R3 to R4 ഞാനിവിടെ ഒരു ഇൻ്റർചേഞ്ച് R3 R4 ആയിട്ട് എഴുതുന്നു, R4 to R3 ആയിട്ട് എഴുതുന്നു. 0 0 16 0 0 0 0 0. പക്ഷേ ഇവിടെ നമുക്ക് 16 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 16 വേണ്ട, നമുക്ക് എന്താ വരണ്ടേ? 1. One 0 2 1 0 1 -2 1 0 0 1 0 0 0 0 0. അപ്പം നമ്മൾ എന്താ അവിടെ ചെയ്തത്? R3 to R3 × 1/60. ഇവിടെ ഉണ്ടോ 3 zeros? നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് എലിമെൻറ്റ് 0 ആണ്. അപ്പം നമ്മൾ ആ റോ അങ്ങ് മാറ്റും. നമ്പർ ഓഫ് നോൺ സീറോ റോസ്, ഇപ്പം നമ്മൾ എക്കലൻ ഫോം കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ നോക്കേണ്ടത് എത്ര റോയിലാണ് എല്ലാ എലിമെൻറ്റും. ഇപ്പം ഇവിടെ എല്ലാ എലിമെൻറ്റും ഏതാണ്? 0 ആണ്. ആ റോ നമുക്ക് മാറ്റിയിട്ട് നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ്? 1 2 3. നമ്പർ ഓഫ് നോൺ സീറോ റോസ് that is equal to 3.
therefore rank is equal to 3. ഇപ്പം ഇവിടെ 1 ആയിരുന്നു എങ്കിൽ നമ്മൾ ഇതിൻ്റെ റാങ്ക് എന്തെഴുതും? 4 എഴുതുമായിരുന്നു. അപ്പം ഇവിടെ ലാസ്റ്റ് റോ കംപ്ലീറ്റ് എലിമെൻറ്റും 0 ആയതുകൊണ്ട് നമ്മളതങ്ങ് മാറ്റിയിട്ട് നമ്പർ ഓഫ് നോൺ സീറോ റോസാണ് നമ്മളിതിന് നോക്കുന്നത്. 1 2 3 റാങ്ക് ഈസ് ഈക്വൽ ടു 3. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതേപോലത്തെ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. പിന്നെ ബാക്കി കണ്ടിന്യൂഷൻ നോക്കാം. ഓക്കെ, താങ്ക് യു.